ഹലോ മക്കൾസ്, വെൽക്കം ടു എജുപൊടിച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു കിടിലൻ കിണ്ണം കാറ്റിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, അതായത് സെക്കൻഡ് ചാപ്റ്ററിൽ വിൻഡോസ് ഓഫ് നോളജ്, അറിവിൻ്റെ വാതായനങ്ങൾ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ കണ്ണുമായി ബന്ധപ്പെട്ട കുറച്ച് ഡിസീസസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നൈറ്റ് ബ്ലൈൻഡ്നസ്, സിറോഫ്താൽമിയ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഡിസീസസ്. ആ ഡിസീസുമായി ബന്ധപ്പെട്ട ഒരു 4 മാർക്കിൻ്റെ ചോദ്യമാണ്. 4 മാർക്കിൻ്റെ ചോദ്യമാണ്, ചിരിയും കളിയല്ല, 4 മാർക്കിൻ്റെ ചോദ്യം. ഞാൻ പിടിച്ചോ. ഓക്കെ, ABC 3 പെട്ടിക്കോളുണ്ട്. ABC. ഓക്കെ, ഇത് കറക്റ്റ് എന്ത് ചെയ്യണം? ഓർഡർ ചെയ്യണം. ഓക്കെ, ഇതിപ്പോൾ ഓർഡർ തെറ്റിച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത്, നമുക്കറിയാം. ഓക്കെ, ഇതെന്ത് ചെയ്യണം? കറക്റ്റ് ഓർഡർ ചെയ്യണം. ഓക്കെ, നമുക്കൊന്ന് നോക്കി നോക്കാം. ജസ്റ്റ് സിമ്പിളാണ്. ഫസ്റ്റ് വൺ, ഒന്നാമത്തത് കാറ്ററാക്ട്. എന്താണ് കാറ്ററാക്ട്? കാറ്ററാക്ട് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ അതിന് എന്തെന്നാ പറയാ? തിമിരം എന്നാ പറയാം. എന്താ പറയാ? തിമിരം. കാറ്ററാക്ട് അല്ലെങ്കിൽ തിമിരം. പിന്നെ രണ്ടാമത്തത് ഗ്ലോക്കോമ. ഗ്ലോക്കോമൻ്റെ മലയാളം ഇംഗ്ലീഷൊക്കെ ഗ്ലോക്കോമനാണ്. പിന്നെ മൂന്നാമത്തത് ചെങ്കണ്ണ് അല്ലെങ്കിൽ കൺജങ്ക്റ്റൈവാറ്റിസ്. എന്താ പേര്? കൺജങ്ക്റ്റൈവാറ്റിസ്, ചെങ്കണ്ണ്. പിന്നെ സീറോഫ്താൽമിയ അല്ലെങ്കിൽ സീറോഫ്താൽമിയ. ഓക്കെ, അപ്പോൾ ഈ ഒരു 4 ഡിസീസസിൻ്റെ കാരണം എന്ത്, അതിൻ്റെ പരിഹാരം എന്ത് എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ചേരുംപടി ചേർക്കേണ്ടത്, നമ്മൾ കറക്റ്റ് മാച്ച് ചെയ്യേണ്ടത്. നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ കാറ്ററാക്ട്. കാറ്ററാക്ട് എന്ന് പറഞ്ഞാൽ തിമിരം. തിമിരം എന്താണ്? ലെൻസ്, സുതാര്യമായ നമ്മുടെ ലെൻസ്, സുതാര്യമായ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള നമ്മുടെ ലെൻസ് എന്താണ്? അതാര്യമാവുക അല്ലെങ്കിൽ ഒപ്പാക്ക് ആവുക. അതായത് പ്രകാശം ഇങ്ങനെ വരുമ്പോൾ പ്രകാശത്തിനെ കടത്തിവിടൂല എന്ന് പറയുന്നത് ലെൻസ് എന്ത് ചെയ്യുക? ഒപ്പാക്ക് ആവുന്ന അവസ്ഥയാണ് എന്ത് കാറ്ററാക്ട്. അപ്പോൾ ഇവിടെ നോക്കാം, ലെൻസ് ബിക്കം ഒപ്പാക്ക്. അപ്പോൾ ഇതാണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. അല്ലെങ്കിൽ എന്താണ്? ലെൻസ് അതാര്യമാവുന്നു. ശരിക്കും ലെൻസ് സുതാര്യമാണ്, പക്ഷെ അത് അതാര്യമാവുന്നു. അപ്പോൾ സിമ്പിളാണ്, ലെൻസിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിൻ്റെ പരിഹാരം എന്താ? ആ ലെൻസിനെ മാറ്റി വെച്ചാൽ പോരെ. അപ്പോൾ ഇതിന് പരിഹാരമായില്ലേ? അതെ, ലെൻസ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ. കിട്ടിയില്ലേ? ഓക്കെ, ലെൻസ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ അല്ലെങ്കിൽ ലെൻസ് റീപ്ലേസ്മെൻറ്റ്. സിമ്പിൾ. അപ്പോൾ ഒന്നാമത്തെ കഴിഞ്ഞു. രണ്ടാമത്തേതാണ് ഗ്ലോക്കോമ. എന്താ പേര്? ഗ്ലോക്കോമ. ഗ്ലോക്കോമ നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മളെ കണ്ണിൻ്റെ ഉള്ളിൽ 2 ദ്രവങ്ങളുണ്ട്. ഒന്ന് അക്വസ് ദ്രവം, രണ്ടാമത് വിട്രിയസ് ദ്രവം, അല്ലെങ്കിൽ അക്വസ് ഹ്യൂമറും വിട്രിയസ് ഹ്യൂമറും. ഓക്കെ, അതിൽ ആ അക്വസ് ഹ്യൂമർ ബ്ലഡിൽ നിന്ന് എന്താണ് ഫോം ചെയ്തിട്ട് തിരിച്ച് ബ്ലഡിലേക്ക് തന്നെ റീഅബ്സോർബ് ചെയ്യും. രക്തത്തിൽ നിന്ന് രൂപപ്പെട്ട് തിരിച്ച് രക്തത്തിലേക്ക് തന്നെ പുനരാകിരണം ചെയ്യും. അതങ്ങനെ പുനരാകിരണം ചെയ്യപ്പെടാത്ത, റീഅബ്സോർപ്ഷൻ ചെയ്യപ്പെടാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? അവിടെ തന്നെ അങ്ങനെ സ്റ്റോർ ചെയ്ത് കണ്ട് അവിടുത്തെ പ്രഷർ ഇങ്ങനെ കൂടും. അതായത് കണ്ണിൻ്റെ ഉള്ളിലെ പ്രഷർ ഇൻക്രീസ് ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷനെ പറയുന്ന പേരാണ് എന്ത്? ഗ്ലൂക്കോമ. അതാണ് ഗ്ലൂക്കോമക്ക് കാരണം. അപ്പോൾ ഇവിടെ നോക്കടാ, ഇൻക്രീസ്ഡ് പ്രഷർ ഇൻ ദ ഐസ്. അതായത് കണ്ണിനുള്ളിലെ മർദ്ദം കൂടുക, കണ്ണിനുള്ളിൽ മർദ്ദം കൂടുക. അപ്പോഴാണ് എന്തുണ്ടാവുക? ഗ്ലോക്കോമ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ മാർക്ക് ചെയ്യാം, പ്രശ്നമില്ലല്ലോ. അപ്പോൾ ഇതിന് പരിഹാരം ഉണ്ടോ? ഗ്ലോക്കോമക്ക് പരിഹാരം ഉണ്ടോ? ഒരു കിഡിലൻ പരിഹാരം ഉണ്ട്, ലേസർ ശസ്ത്രക്രിയ. എന്താണ്? ലേസർ ശസ്ത്രക്രിയ. അപ്പോൾ ഇത് ഈ ഒരു രീതിയിലേക്ക് മാർക്ക് ചെയ്യാം. ഓക്കെ, ലേസർ ശസ്ത്രക്രിയ. അവിടെ പോയി ലെൻസ് സർജറി. കറക്റ്റ് അല്ലേ? ഇനി അടുത്തത് കൺജങ്ക്റ്റൈവാറ്റിസ്. കൺജങ്ക്റ്റൈവാറ്റിസ് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇൻഫെക്ഷനാണ്. ആർക്കുള്ള ഇൻഫെക്ഷനാണ്? കൺജങ്ക്റ്റൈവക്കുള്ള ഇൻഫെക്ഷനാണ്. അപ്പോൾ ഇൻഫെക്ഷൻ ഓഫ് കൺജങ്ക്റ്റൈവ, അതായത് പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ ചെങ്കണ്ണ്. എന്താണ്? ചെങ്കണ്ണ് കൺജങ്ക്റ്റൈവയെ ബാധിക്കുന്ന അണുബാധയാണ് എന്ത്? ചെങ്കണ്ണ്. അതിന് പ്രത്യേകിച്ച് വലിയ പരിഹാരങ്ങളൊന്നുമില്ല. വ്യക്തി ശുചിത്വം, അതായത് പേഴ്സണൽ ഹൈജീൻ. നമ്മളെന്ത് ചെയ്യുക? ശുചിത്വശീലങ്ങൾ കറക്റ്റ് എന്ത് ചെയ്യുക? കീപ്പ് ചെയ്യുക. നല്ല വൃത്തിയിൽ നടക്കുക എന്നുള്ളത് മാത്രമാണ് അതിൻ്റെ പരിഹാരം, ഹൈജീൻ. പിന്നെ ലാസ്റ്റ് എന്താണ്? സീറോഫ്താൽമിയ. സീറോഫ്താൽമിയൻ്റെ കാര്യങ്ങൾ നമുക്കറിയാലോ. കോർണിയ ബിക്കം ഡ്രൈ ആൻഡ് ഒപ്പാക്ക്. കോർണിയ എന്ത് ചെയ്യും? ഉണങ്ങിക്കാണ്ട് അതാര്യമാവും. എന്നിട്ട് എന്ത് ചെയ്യില്ല? പ്രകാശം അപ്പുറത്തേക്ക് കടത്തി വിടൊന്നുമില്ല. അങ്ങനെ രാത്രിയും പകലും ഒന്നും കണ്ണാണൂല. അങ്ങനെയുള്ളൊരവസ്ഥ, ബ്ലൈറ്റ്നെസ്. കോർണിയ വരണ്ട് അതാര്യമായി തീരുന്ന അവസ്ഥ. ഓക്കെ, ഇതിൻ്റെ പരിഹാരം എന്താണെന്ന് ചോദിച്ചാൽ വിറ്റാമിൻ എ അടങ്ങിയ ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഡയറ്റ് കണ്ടെയ്നിങ് വിറ്റാമിൻ എ അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കുക. ഓക്കെ, കാരണം എന്താ? വിറ്റാമിൻ എയുടെ കണ്ടിന്യൂസ് കുറവ് മൂലമാണ് എന്തുണ്ടാവുക? സീറോഫ്താൽമിയ ഉണ്ടാവുക. അപ്പോൾ ഇവിടെ നമ്മൾ 4 ഡിസീസസുകൾ, കാറ്ററാക്ട്, ഗ്ലോക്കോമ, കൺജങ്ക്റ്റൈവാറ്റിസ്, സീറോഫ്താൽമിയ, 4 ഡിസീസുകൾ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ടോട്ടൽ 6 ഡിസീസ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇനി 2 ഡിസീസ് നമ്മൾ വിട്ടുപോയിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് നൈറ്റ് ബ്ലൈൻഡ്നസ്സും, 2 കളർ ബ്ലൈൻഡ്നസ്സും. ഓക്കെ, അപ്പോൾ നമുക്ക് നൈറ്റ് ബ്ലൈൻഡ്നസ് എന്താണെന്ന് വെറുതെ നോക്കാം. സിമ്പിളാണ്. വിറ്റാമിൻ എൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണെന്ത്? നൈറ്റ് ബ്ലൈൻഡ്നസ്. വിറ്റാമിൻ എൻ്റെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന രോഗമാണെന്ത്? നൈറ്റ് ബ്ലൈൻഡ്നസ്. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക. ഈ വിറ്റാമിൻ എ കുറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാമെന്ന് അറിയോ? വിറ്റാമിൻ എ കുറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും റെറ്റിനാൽ കുറയും. എന്ത് കുറയും? റെറ്റിനാൽ. ഈ റെറ്റിനാൽ എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? വിറ്റാമിൻ എയിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അപ്പോൾ വിറ്റാമിൻ എ കുറഞ്ഞാൽ റെറ്റിനാൽ കുറയില്ലേ? കുറയും. റെറ്റിനാൽ കുറഞ്ഞു കഴിഞ്ഞാൽ റൊഡോപ്സിൻ കുറയോ?
കുറയും. കാരണം എന്താണെന്നറിയോ, റൊഡോപ്സിൻ എങ്ങനെ ഉണ്ടാകുന്നത്, ഓപ്സിനും റെറ്റിനാലും കൂടി ചേർന്നിട്ടാണ്. അപ്പോൾ റെറ്റിനാൽ കുറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്തും കുറയും, റൊഡോപ്സിനും കുറയും. അങ്ങനെ റൊഡോപ്സിൻ കുറഞ്ഞു കഴിഞ്ഞാൽ, റൊഡോപ്സിനാണ് നമുക്ക് രാത്രിയിൽ കണ്ണ് കാണാൻ സഹായിക്കുന്നത്, ഡിം ലൈറ്റിൽ മങ്ങിയ വെളിച്ചത്തിൽ കണ്ണ് കാണാൻ സഹായിക്കുന്ന ആളാണ് ആര്, റൊഡോപ്സിൻ അല്ലെങ്കിൽ റൊഡോപ്സിൻ. ഓക്കെ, അപ്പോൾ ആ റൊഡോപ്സിൻ കുറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഡിം ലൈറ്റിൽ അല്ലെങ്കിൽ മങ്ങിയ വെളിച്ചത്തിൽ അല്ലെങ്കിൽ രാത്രിയിൽ നമുക്ക് കണ്ണ് കാണാൻ പറ്റില്ല. ആ അവസ്ഥയെ വിളിക്കുന്ന പേരാണ് നൈറ്റ് ബ്ലൈൻഡ്നെസ്. അപ്പോൾ അതെന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. ഓക്കെ, മങ്ങിയ വെളിച്ചത്തിൽ എന്താണ് വസ്തുക്കളെ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയാണെന്ത്, നൈറ്റ് ബ്ലൈൻഡ്നെസ് അല്ലെങ്കിൽ നിശാന്തത എന്ന് പറയും. എന്താ പറയുക, നിശാന്തത. ദാ cannot be seen clearly in dim light and disease is called night blindness. ഓക്കെ, ഇതിൻ്റെ പരിഹാരം എന്താണെന്നറിയോ, ഇതിൻ്റെ പരിഹാരം വിറ്റാമിൻ എ ഉള്ള ഫുഡ് കഴിക്കുക എന്നുള്ളതാണ്. കാരണം വിറ്റാമിൻ എ ഉള്ള ഫുഡ് കഴിച്ചാൽ റെറ്റിനാലിൻ്റെ അളവ് കൂടും, റെറ്റിനാലിൻ്റെ അളവ് കൂടി കഴിഞ്ഞാൽ റൊഡോപ്സിൻ്റെ അളവ് കൂടും, റൊഡോപ്സിൻ്റെ അളവ് കൂടി കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, അടിപൊളിയായിട്ട് കണ്ണ് കാണാം. ഓക്കെ, അതാണ് സംഭവം. ഹാപ്പി അല്ലേ? ഇനി ഒരു ഡിസീസും കൂടി ഉണ്ട്. ആ ഡിസീസ് ഞാൻ വെറുതെ ഇവിടെ തന്നെ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുക. അത് കളർ ബ്ലൈൻഡ്നെസ് ആണ്. ഓക്കെ, കളർ ബ്ലൈൻഡ്നെസ് ആണ്. ഇവിടെ ഞാൻ വേറൊരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് ജസ്റ്റ് സൂചിപ്പിക്കാം. അതായത് കണ്ണിൽ വിറ്റാമിൻ എയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം ഏതെന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ നിങ്ങൾ പറയണം നൈറ്റ് ബ്ലൈൻഡ്നെസ്, നിശാന്തത. എന്നാൽ അതേ പരീക്ഷയ്ക്ക് ചോദിക്കാണ് കണ്ണിൽ വിറ്റാമിൻ എയുടെ തുടർച്ചയായ തുടർച്ചയായ ആ ടേം വന്നു കഴിഞ്ഞാൽ, കണ്ടിന്യൂസ് എന്നുള്ള ടേം വന്നു കഴിഞ്ഞാൽ അപ്പോൾ അതിൻ്റെ ആൻസർ തുടർച്ചയായ വിറ്റാമിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതെന്ന് ചോദിച്ചാൽ അത് നിശാന്തതല്ല, അത് സീറോ ഓഫ് താൽമിയാണ്. എന്താണ് സീറോ ഓഫ് താൽമിയ? ഓക്കെ, ഇനി പരീക്ഷയ്ക്ക് ഇങ്ങനെ ചോദിക്കുകയാണ്, ഈ വിറ്റാമിൻ എയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗങ്ങൾ ഡിസീസസ് അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ രണ്ടും എഴുതണം, നൈറ്റ് ബ്ലൈൻഡ്നെസ് എഴുതണം, സീറോ ഓഫ് താൽമിയ എഴുതണം. ഓക്കെ, ഇനി കളർ ബ്ലൈൻഡ്നെസ് എല്ലാവർക്കും അറിയാം, കളർ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ, അതാണ് കളർ ബ്ലൈൻഡ്നെസ്. ഓക്കെ, കളറുകൾ കറക്റ്റ് തിരിച്ചറിയാൻ പറ്റില്ല, പച്ച ഏതാ ചോപ്പ് ഏതാ നീല ഏതാന്ന് തിരിച്ചറിയാൻ പറ്റില്ല. എന്താ കാരണം എന്ന് ചോദിച്ചാൽ സിമ്പിളാണ്, കളർ തിരിച്ചറിയാൻ സഹായിക്കുന്ന കോശങ്ങൾ ഏതാ, കളറിന് ക, കോൺകോശത്തിനും ക. ഓക്കെ, കളറിന് സി, കോൺകോശത്തിനും കോൺസെൽസിനും എന്താണ് സി. അപ്പോൾ കളർ തിരിച്ചറിയാൻ സഹായിക്കുന്ന ആളാണ് ആര്, കോൺസെൽസ് അല്ലെങ്കിൽ കോൺകോശങ്ങൾ. ഈ കോൺകോശങ്ങൾ നശിച്ചു എന്നാണ് വിചാരിക്കും. കോൺകോശങ്ങൾ ഒരാളുടെ ബോഡിയിൽ തകരാറിലായി വിചാരിക്കും, കോൺകോശങ്ങൾ തകരാറിലായി കഴിഞ്ഞാൽ പിന്നെ കളർ തിരിച്ചറിയാൻ പറ്റുമോ? കാരണം എന്താ, കളർ തിരിച്ചറിയാൻ സഹായിക്കുന്ന ആളല്ലേ കോൺകോശങ്ങൾ. അപ്പോൾ കോൺകോശങ്ങൾ തകർന്നു കഴിഞ്ഞാൽ കളർ തിരിച്ചറിയാൻ പറ്റില്ല. അപ്പോൾ അതന്നെയാണ് അതിൻ്റെ കാരണം, കോൺകോശങ്ങളുടെ തകരാറ് മൂലം ഉണ്ടാകുന്ന രോഗമാണെന്ത്, കളർ ബ്ലൈൻഡ്നെസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ കണ്ണിൻ്റെ ഡിസീസുമായി ബന്ധപ്പെട്ട 6 ആളുകളുണ്ട്. 6 ആളുകളെ കുറിച്ച് നമ്മൾ ചെയ്തിട്ടുണ്ട്, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വിശകലനം ചെയ്തിട്ടുണ്ട്. സോ 4 മാർക്കാണ്. നിങ്ങൾ എന്ത് ചെയ്യണം, ഷുവറായിട്ട് പഠിക്കണം. കിട്ടിയെന്ന് വിചാരിക്കുന്നു. സോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ടൊന്ന് ഹാപ്പി ആക്കുക. അപ്പോൾ ദി ബെസ്റ്റ്.